ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മനോസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നൊരു ചെറിയ വ്ളോഗാണ് കേട്ടോ, ഒരു മോർണിംഗ് റൂട്ടീൻ വ്ളോഗാണ്. പുതിയ കുറച്ച് ശീലങ്ങളെന്നാ വേണമെങ്കിൽ പറയാം. മോന് വീണ്ടും ഓൺലൈൻ ക്ലാസ് ഒക്കെ തുടങ്ങി. അപ്പോൾ കഴിഞ്ഞൊരു 1.5-2 മാസമായിട്ട് സ്കൂളും ഓഫീസും ഒന്നും ഇല്ലായിരുന്നുകൊണ്ട് തന്നെ അങ്ങനെ കറക്റ്റ് ഒരു റൂട്ടീനിലൊന്നും അല്ലല്ലോ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ വീണ്ടും രാവിലെയൊക്കെ എഴുന്നേറ്റ് പണികളൊക്കെ തീർക്കണം. അതേ സമയം 6:30 ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ജോലി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. മോന് 8 മണിയാകുമ്പോഴാണ് ക്ലാസ് തുടങ്ങുന്നത്. അപ്പോൾ അവനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തിട്ടാണ് ക്ലാസ്സിന് ഇരുത്തുന്നത്. ഓരോ ക്ലാസ്സിനും ഇടയ്ക്ക് ഒരു 15-20 മിനിറ്റ് ബ്രേക്ക് ഉണ്ട്. പക്ഷേ ആ സമയം കൊണ്ടൊന്നും കുട്ടികൾ കഴിക്കില്ല. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ടാണ് ഇരുത്തുന്നത്. അപ്പോൾ ഇന്ന് ഇടിയപ്പവും മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. ഈ ലോക്ക്ഡൗൺ സമയത്ത് ഞാനൊക്കെ ശരിക്കും നന്നായിട്ട് മടി പിടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ മോന് ക്ലാസ് തുടങ്ങി കഴിഞ്ഞപ്പം എന്തായാലും രാവിലെ എഴുന്നേൽക്കണമല്ലോ. ഞാൻ എൻ്റെ ശീലങ്ങളും അങ്ങ് മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ എഴുന്നേറ്റ് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അപ്പം തന്നെ ഊണും റെഡിയാക്കി കിച്ചണും ഒക്കെ ക്ലീൻ ചെയ്ത് രാവിലെ തന്നെ എൻ്റെ പണികൾ തീർക്കും. അങ്ങനെയാകുമ്പോൾ എനിക്ക് കുറേ സമയം കിട്ടുന്നുണ്ട്. വൈകിട്ട് വരെ പിന്നെ ഫ്രീ ആണല്ലോ. അപ്പോൾ വീഡിയോസ് ചെയ്യാനോ അങ്ങനെ ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള സമയം കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ കിച്ചണിൽ തന്നെ നിൽക്കുന്ന പോലൊരു തോന്നലാണ്. കാരണം ഉച്ചയ്ക്കത്തെ ക്ലീനിങ് എല്ലാം കഴിയുമ്പോൾ 2 മണിയാവും. പിന്നെയും വൈകിട്ട് ചായ ഉണ്ടാക്കുക, രാത്രി ഡിന്നർ ഉണ്ടാക്കുക, അങ്ങനെ പല പല കാര്യങ്ങളാണല്ലോ. മോനെ ഞാനൊരു 6:45 കഴിയുമ്പോൾ ഉണർത്തും. അപ്പോൾ അവൻ ബ്രഷൊക്കെ ചെയ്ത് കുളിച്ച് ഡ്രസ്സ് ചെയ്ത് വരുമ്പോഴേക്കും ഫുഡ് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇന്ന് ഒഴിച്ച മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. മുട്ട പുഴുങ്ങിയെടുക്കാനുള്ള സമയമൊന്നുമില്ല. അപ്പോൾ അതിനായിട്ട് ഒരു 2 സവോള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി നല്ലോണം ഒന്ന് അരിഞ്ഞെടുക്കുവാണ്. ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇത് അരിഞ്ഞെടുക്കാൻ തുടങ്ങിയപ്പോഴാണ് തക്കാളി തീർന്നു പോയ കാര്യം ഓർത്തത്. അപ്പോൾ അതിന് പകരം സോസ് ചേർത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കാം. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ട് കറിവേപ്പില എടുത്തിട്ടില്ല കേട്ടോ. ഈ മഴയത്ത് പോയി എടുക്കാൻ വയ്യ. ഇത് നല്ലതായിട്ടൊന്ന് വഴഞ്ഞ് വരുന്ന സമയം കൊണ്ട് ഒരു 4 മുട്ട ഒരു ബൗളിലോട്ട് പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് അടിച്ചു വയ്ക്കാം. അപ്പോഴേക്കും ഇതിൻ്റെ സവോള ചെറുതായിട്ട് നിറം മാറി വന്നിട്ടുണ്ടാവും. ഇതിനകത്തോട്ട് ഇനി പൊടികൾ ചേർക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ പെരുംജീരകം പൊടിച്ചത് ഉണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ അതും കൂടി ഇട്ട് കൊടുക്കാം. കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഗരം മസാല മാത്രം ചേർത്താലും മതി. പൊടികളുടെ പച്ചപ്പ് മാറുന്നവരെ നല്ലോണം വഴറ്റിയെടുക്കണം. പൊടികളൊന്ന് മൂത്ത് കഴിയുമ്പം ഞാൻ കുറച്ച് ടൊമാറ്റോ സോസാണ് ഒഴിച്ചിരിക്കുന്നത്. തക്കാളി ഉണ്ടെങ്കിൽ ഒരു ചെറിയ തക്കാളി അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിനകത്തോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഒരു വലിയ ഗ്ലാസ് വെള്ളം കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊരു 5 മിനിറ്റ് തിളപ്പിക്കണം. അതിന് മുമ്പ് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. 5 മിനിറ്റ് ഇത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇതിൻ്റെ ഗ്രേവി ഒത്തിരി വറ്റേണ്ട ആവശ്യമില്ല. ആ സവോളയൊക്കെ ഒന്ന് വെന്താൽ മതി. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കണം. ഇനി ഇതിനകത്ത് നമ്മൾ അടിച്ചു വെച്ച മുട്ട ഒഴിച്ചു കൊടുക്കാം. ഒരുമിച്ച് അങ്ങ് ഒഴിക്കാതെ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചു കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഇളക്കണ്ട. ഒരു മിനിറ്റ് ഇതിങ്ങനെ തന്നെ വെക്കുക. ആ മുട്ട ഒന്ന് വെന്തതിന് ശേഷം ഇളക്കിയാൽ മതി. ഇനി പതുക്കെ ഇത് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ഇളക്കുമ്പോൾ തന്നെ ആ മുട്ടയും ഗ്രേവിയും കൂടെ അങ്ങ് മിക്സ് ആയത് നല്ലോണം അങ്ങ് കുറുകി വരും കേട്ടോ. അതുകൊണ്ടാണ് ആദ്യം ഗ്രേവി ഒരുപാട് വറ്റിക്കാത്തത്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ മുട്ട ചിക്കി എടുത്തതുപോലെ ആയിപ്പോവും. അപ്പോൾ ഇത് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് എടുക്കുക. കണ്ടോ, ഇപ്പോൾ നല്ലതായിട്ട് അങ്ങ് കുറുകിയിട്ടുണ്ട്. ഇത് ഈ ഒരു പരുവത്തിലായി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് 1 ഗ്ലാസ് നല്ല കുറുകിയ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് കുറച്ചും കൂടി മസാലയൊക്കെ ചേർത്ത് വേണമെങ്കിൽ ഉണ്ടാക്കാം. ഞാൻ പിന്നെ കുട്ടികൾക്കും കൂടെ കൊടുക്കണമെന്നുള്ളതുകൊണ്ട് എരിവ് കുറച്ചേ ഉള്ളൂ. ഇത് ഇടിയപ്പം, ചപ്പാത്തി, അപ്പം ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ കറി റെഡിയായി, ഇടിയപ്പവും ആയിട്ടുണ്ട്. പിന്നെ മോന് ഫുഡ് കൊടുക്കണം.
ഞാൻ പിന്നെ ഉടനെ തന്നെ ഊണിനുള്ള കാര്യങ്ങളും അങ്ങ് ചെയ്യുവാണ്. മീൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ അതേ കുറച്ച് ചിക്കനും എടുത്തിട്ടിട്ടുണ്ട്. ഇത് KFC ചിക്കൻ, ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാനായിട്ടാണ്. കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നതായിരുന്നു ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കണം എന്ന്. ഞങ്ങളങ്ങനെ KFCന്ന് ചിക്കൻ വാങ്ങിക്കാറില്ല കേട്ടോ. ആകെ മോന് 4 വയസ്സെന്തോ ഉള്ളപ്പം ഒരിക്കൽ വാങ്ങിച്ചിട്ടുണ്ട്. ഹസ്ബൻഡ് ഒട്ടും സമ്മതിക്കില്ല വാങ്ങിക്കാൻ. അപ്പോൾ വീട്ടിൽ തന്നെ എന്തായാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ കഴുകി കിച്ചണെല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ടു. ഇനി ഊണിനുള്ള സാധനങ്ങൾ റെഡിയാക്കണം. ചോറ് ഞാൻ എപ്പോഴും കുക്കറിലാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ കുറേ പേര് അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. എൻ്റെ കയ്യിലുള്ളതൊരു 5.5 ലിറ്ററിൻ്റെ കുക്കറാണ്. അതിനകത്ത് ഞാൻ ആവശ്യത്തിനുള്ള അരി എടുത്തിട്ടുണ്ട്. ഇത് നല്ലതായിട്ട് കഴുകിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു വിസിലാണ് നമ്മൾ വേവിക്കുന്നത്. വെള്ളത്തിൻ്റെ അളവാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ള. അത്യാവശ്യം നല്ലോണം വെള്ളം വേണം, അല്ലെങ്കിൽ ചോറ് വെന്ത് വരുമ്പോഴേക്കും അതിനകത്തോട്ട് വെള്ളമൊക്കെ പിടിച്ചിട്ട് ആകെ കുഴഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു വലിയ കുക്കർ തന്നെ എടുക്കുക. അതിനകത്ത് 1/4 ഭാഗത്തോളം വെള്ളം ഒഴിക്കുക കേട്ടോ. കുറച്ച് അരിയേ ഉണ്ടാവുള്ളൂ, പക്ഷേ കുക്കറിൻ്റെ 1/4 ഭാഗത്തോളം തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ വേവിച്ചാൽ മതി. അപ്പം ഞാനിത് ആദ്യം ഒന്ന് കഴുകിയെടുക്കട്ടെ. അപ്പം അരി നന്നായിട്ട് കഴുകി ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. കണ്ടോ, വെള്ളത്തിൻ്റെ അളവ് മനസ്സിലായില്ലേ? ആ കുക്കറിൻ്റെ 1/4 ഭാഗത്തോളാണ് എടുത്തിരിക്കുന്നത്. ഇതിനി അടച്ച് തീ കൂട്ടി ഒരു മീഡിയം ഫ്ലെയിമിനും ഹൈ ഫ്ലെയിമിനും ഇടയിൽ തന്നെ വെച്ചിട്ട് ഒറ്റ വിസിൽ വേവിച്ചാൽ മതി. അത് കഴിയുമ്പം സ്റ്റൗ ഓഫ് ചെയ്തിടണം. അതിനുശേഷം അതിൻ്റെ പ്രഷർ ഫുള്ള് പോയത് കഴിഞ്ഞിട്ടേ തുറക്കാവുള്ളൂ. ഉടനെ തുറന്നു കഴിഞ്ഞാൽ ചോറ് വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ മിനിമം ഒരു അരമണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷം മാത്രം കുക്കർ തുറക്കാം. ഇതിൻ്റെ വെയിറ്റ് ഇട്ടാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ. ഇപ്പോൾ സ്റ്റൗ ഓൺ ചെയ്ത് തീ കൂട്ടി തന്നെ വെച്ച് ഒരു വിസിൽ വേവിക്കാം. ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ ആദ്യത്തെ വിസിൽ വരും. അപ്പോൾ ഓഫ് ചെയ്തിടാം. ഇനി കുറച്ച് പയർ ഇരിപ്പുണ്ട്, അതൊന്ന് ഒടിച്ചെടുക്കുവാണ്. മെഴുക്കുരട്ടി ഉണ്ടാക്കാം. മെഴുക്കുരട്ടിക്കുള്ളതൊക്കെ അരിഞ്ഞു വെച്ചു. ഇനി കുറച്ച് തേങ്ങാ ചമ്മന്തി അരച്ചെടുക്കണം. ഞാനങ്ങനെ ഒരുപാട് കറികളൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. എല്ലാ ദിവസവും ഒരു 2-3 കറി മാക്സിമം, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരുപാട് കറികളും ഒന്നും ഉണ്ടാക്കുന്ന ശീലമില്ല. അപ്പോൾ അത് ചമ്മന്തി റെഡിയായി. ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ എല്ലാം തുടച്ച് അങ്ങ് ഇടുവാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അവസാനത്തെ ക്ലീനിങ് എളുപ്പമുണ്ട്. ഇപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ വിസിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടു. ഇനി ഇത് ഞാൻ പറഞ്ഞ പോലെ മിനിമം ഒരു അരമണിക്കൂർ ഇങ്ങനെ തന്നെ വെക്കാം. അപ്പോഴേക്കും പ്രഷർ ഫുള്ള് പോയിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് തുറന്നാൽ മതി. പിന്നെ ഒരാൾ എന്നോട്, ആരാന്ന് ഞാൻ ഓർക്കണില്ല കേട്ടോ, എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിനകത്തുനിന്ന് വെള്ളം ചീറ്റത്തില്ലെന്ന്. ചില കുക്കറിൻ്റെ പ്രശ്നമാണിത്. എനിക്ക് ഇതുപോലെ വേറൊരു കുക്കറും കൂടി ഉണ്ട്. അതിനകത്തുനിന്ന് നല്ലോണം വെള്ളം പുറത്തേക്ക് ചീറ്റും. പക്ഷേ ഈ കുക്കറിൽ അങ്ങനെ പ്രശ്നമില്ല. അപ്പോൾ അഥവാ വെള്ളം ചീറ്റുവാണെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആ വിസിൽ ഇങ്ങനെ പൊങ്ങി വരുമല്ലോ ചീറ്റുമ്പോൾ, ആ സമയത്ത് ആ വിസിൽ താഴോട്ട് അങ്ങ് തട്ടിക്കൊടുത്താൽ മതി. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അങ്ങ് തട്ടിക്കൊടുക്കുക. അപ്പോൾ അതങ്ങ് നിൽക്കും. വെള്ളം ചീറ്റുന്നതും അപ്പോൾ തന്നെ അങ്ങ് നിൽക്കും. അപ്പോൾ ഇതുവരെയുള്ള ഒരു 3-4 പാത്രമുണ്ട്. അത് ഞാൻ അപ്പം തന്നെ അങ്ങ് കഴുകി വെക്കുവാണ്. മിക്സിയും എല്ലാം അപ്പം തന്നെ കഴുകി അങ്ങ് മാറ്റി വയ്ക്കാം. ഇനി പയർ മെഴുക്കുരട്ടിയും കൂടി ഉണ്ടാക്കണം. മീനൊന്ന് പുരട്ടി വെക്കുന്നേ ഉള്ളൂ. ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ പിന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതിയല്ലോ. ഇപ്പോഴേ വെച്ച് കഴിഞ്ഞാൽ തണുത്തു പോകില്ലേ. ഇപ്പോൾ അതേ സമയം കണ്ടോ, 9:30 ആവുന്നേ ഉള്ളൂ. അപ്പോഴേക്കും എൻ്റെ പണിയെല്ലാം കഴിഞ്ഞു. അതിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടാണ് കേട്ടോ ഇത്രയും സമയം എടുത്തത്. കാരണം നമ്മൾ ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് വരാനായിട്ട് കുറച്ച് സമയം കൂടുതൽ എടുക്കും. അല്ലെങ്കിൽ 9 മണിയാകുമ്പോൾ തന്നെ എല്ലാം കഴിയും. കിച്ചണും എല്ലാം ക്ലീനാണ്. ഞാൻ അപ്പോഴപ്പോഴും തന്നെ പാത്രമൊക്കെ കഴുകി സ്ലാബും ഒക്കെ ഉടനെ തന്നെ തുടച്ചിട്ടിരുന്നുകൊണ്ട് അവസാനത്തെ ക്ലീനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി പയർ മെഴുക്കുവരട്ടി അടുപ്പിലിരിപ്പുണ്ട്. ചോറ് ഊറ്റിയെടുക്കണം. പിന്നെ ചിക്കൻ വെള്ളത്തിലിട്ടിട്ടുള്ളത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം, ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാനായിട്ട്. അത്ര പണിയേ ഉള്ളൂ. പിന്നെ ഞാൻ ചോറ് ഊറ്റിയെടുക്കാൻ പോവാണ്. ഇത് തുറക്കുമ്പോൾ കണ്ടോ, നല്ലോണം അതിനകത്ത് വെള്ളം ഉണ്ടാവണം. ഇത്രയും വെള്ളം ഇല്ലെങ്കിൽ ചോറിലോട്ട് ഞാൻ പറഞ്ഞ പോലെ വെള്ളമൊക്കെ പിടിച്ച് കുഴഞ്ഞു പോകും. ഇത് കണ്ടോ,
പാകത്തിന് വെന്തിട്ടുണ്ട്. ഒട്ടും കുഴഞ്ഞു പോകാതെ ഓരോ ചോറും ഇങ്ങനെ വേറെ വേറെ തന്നെ നമുക്ക് കിട്ടും. എന്നാൽ നല്ല സോഫ്റ്റും ആയിരിക്കും കണ്ടോ. അപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ടാവും. എനിക്ക് മോൾക്കൊക്കെ കൊടുക്കണമെന്നുള്ളതുകൊണ്ട് എനിക്ക് അത്യാവശ്യം നല്ലോണം ചോറ് വേവണം. അപ്പോൾ കുക്കറിലിടുമ്പോഴാണ് അത്രയും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത്. എന്നാലും ഒട്ടും കുഴഞ്ഞു പോകത്തുമില്ല. അപ്പം ഞാനിതുപോലെ എല്ലാ ബ്രാൻഡ് അരിയും ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. മട്ട റൈസ് തന്നെ, ഡബിൾ ഹോഴ്സ്, നിറബറ എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ലൂസായിട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടൂലേ, അത് വെച്ചിട്ടും ഞാൻ ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഊറ്റിയെടുക്കാം. അപ്പം ഇനി നമുക്ക് ഫ്രൈഡ് ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതും കൂടി നോക്കാം. അപ്പം ഞാനിതിപ്പോൾ രാവിലെ ഒരു 9:30 കഴിയുമ്പോൾ തന്നെ മാരിനേറ്റ് ചെയ്ത് വെക്കുവാണ്. അപ്പോൾ എനിക്ക് വൈകിട്ട് ഒരു 4 അല്ലെങ്കിൽ 5 മണിയൊക്കെ ആകുമ്പം ഉണ്ടാക്കാം. അപ്പോൾ നല്ലോണം അതിനകത്ത് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാനൊരു 12 പീസ് ചിക്കനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് വലിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അങ്ങനെയാണല്ലോ കിട്ടുന്നത്, വലിയ പീസ് ചിക്കൻ ആയിരിക്കും. അപ്പോൾ നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഓരോ പീസ് ചിക്കനിലും ഇതുപോലെ ഒരു പപ്പടം കുത്തിയോ അല്ലെങ്കിൽ കബാബ് സ്ക്രൂവറോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി വെക്കണം കേട്ടോ. അതായത് ഹോൾസ് ഇട്ട് വെക്കണം ഇതുപോലെ. നമ്മൾ മാരിനേറ്റ് ചെയ്യുമ്പം അതെല്ലാം ഉള്ളിലോട്ട് നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കത്തി വെച്ച് വരയുന്നേക്കാളും ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. അപ്പം ഞാൻ എല്ലാ പീസ് ചിക്കനിലും അതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളിലോട്ട് 1/2 കപ്പ് പാലൊഴിക്കാം. ഇതിനകത്ത് 2 മുട്ട ചേർക്കാം. ഇനി ഇതിനകത്തോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 2 ചെറിയ സ്പൂൺ ചേർത്താൽ മതി. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒത്തിരി ഫ്ലേവർ വേണ്ട കേട്ടോ, ചെറിയൊരു ടേസ്റ്റ് മതി. അപ്പോൾ 12 വലിയ പീസ് ചിക്കന് 2 ചെറിയ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിൽ കുറച്ച് നാരങ്ങാനീര് ചേർക്കാം. ഒരു 2 ടീസ്പൂൺ വരും. ഒരു ചെറിയ സൈസിലുള്ള നാരങ്ങയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്, അത് പിഴിഞ്ഞൊഴിക്കാം. ഇനി ഇതിൽ 2 ചെറിയ സ്പൂൺ മുളക് പൊടി ചേർക്കാം. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. ഉപ്പ് നമ്മൾ ചിക്കനിൽ പിടിക്കാൻ ആവശ്യത്തിന് നോക്കി ചേർക്കണം കേട്ടോ. കാരണം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പം നല്ലോണം പിടിച്ചില്ലെങ്കിൽ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച ചിക്കൻ ഇതിനകത്തോട്ടിടാം. ഞാനിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി. ഈ ചിക്കൻ ഫുൾ ആ മാരിനേറ്റിൽ മുങ്ങിക്കിടക്കണം. അതിനായിട്ടാണ് കുറച്ച് ചെറിയൊരു പാത്രത്തിലോട്ട് മാറ്റിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്കിനി ഒരു 6-7 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിൽ വെക്കേണ്ട, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. എന്നാലേ ഈ നമ്മൾ ചേർത്ത സാധനങ്ങളുടെയൊക്കെ ആ ഒരു ഫ്ലേവർ നല്ലോണം ചിക്കനിലോട്ട് പിടിക്കത്തുള്ളൂ. അപ്പോഴേ ചിക്കൻ ഫ്രൈ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് അടച്ച് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഓക്കെ, അപ്പോൾ ചിക്കൻ ഞാനിവിടെ ഒരു 7 മണിക്കൂറോളം മാരിനേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യണം. അതിന് മുന്നേ അതിന് കോട്ട് ചെയ്യാൻ ആവശ്യമുള്ള സാധനങ്ങൾ റെഡിയാക്കണം. അപ്പോൾ ഒരു പ്ലേറ്റിൽ ഞാൻ ഒരു 2.5 കപ്പ് മൈദ മാവ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കുറച്ച് കോൺഫ്ലോറും കൂടെ ചേർത്താൽ കൂടുതൽ നല്ലതാണ്. പുറമേയൊക്കെ കുറച്ചും കൂടി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. പക്ഷേ എൻ്റെ കയ്യിൽ കോൺഫ്ലോർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മൈദ മാത്രമാണ് എടുത്തിരിക്കുന്നത്. കോൺഫ്ലോർ ഉണ്ടെങ്കിൽ 2 കപ്പ് മൈദയും 1/2 കപ്പ് കോൺഫ്ലോറും ആ രീതിയിൽ എടുത്താൽ മതി. ഇനി ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇടാം. കുറച്ച് ഉപ്പും ചേർക്കാം. എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി വേറൊരു ബൗളിൽ ഞാൻ കുറച്ച് തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചിരുന്ന നല്ല തണുത്ത വെള്ളമാണ്. നമ്മൾ ആദ്യം ചിക്കൻ മാവിൽ കോട്ട് ചെയ്തിട്ട് പിന്നെ ഈ തണുത്ത വെള്ളത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടി മാവ് കോട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ചിക്കൻ്റെ പുറമേ ഉള്ള ഒരു കോട്ടിംഗ് പോലെ കിട്ടുന്നത്. അപ്പോൾ ആദ്യം ചിക്കൻ എടുക്കുക, എന്നിട്ട് മാവിലൊന്ന് കോട്ട് ചെയ്യുക. നല്ലോണം ഫുള്ള് കോട്ട് ചെയ്യണം. ഇനി നമ്മളിതെടുത്ത് തണുത്ത വെള്ളത്തിൽ ഇടാൻ പോവാണ്. വെള്ളത്തിൽ 10 സെക്കൻഡ്, ഏകദേശം ഒരു 10 സെക്കൻഡോളം വെള്ളത്തിൽ ഇട്ടേക്കാം. അതിനുശേഷം വീണ്ടും നമ്മൾ ഈ മാവിലിട്ട് കോട്ട് ചെയ്ത് എടുക്കണം. വെള്ളത്തിൽ ഇട്ടിട്ട് ഉടനെ തന്നെ തിരിച്ചെടുക്കരുത്. കാരണം കുറച്ച് നേരം ഞാൻ പറഞ്ഞ പോലെ ഒരു 10 സെക്കൻഡ് അതിനകത്ത് കിടന്നാൽ മാത്രമേ നല്ലോണം ആദ്യം നമ്മൾ കോട്ട് ചെയ്ത മാവ് ഒന്ന് അതിനകത്ത് പിടിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ആ പുറമേ ഉള്ള കോട്ടിങ് അങ്ങ് ഇളകിപ്പോരും.
പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഇത് ഫുള്ള് കോട്ട് ചെയ്ത് എടുത്തിട്ട് ഫ്രൈ ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. ഇപ്പോൾ 2-3 പീസ് കോട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അപ്പം തന്നെ എണ്ണയിലിട്ടങ്ങ് ഫ്രൈ ചെയ്യുക. ബാക്കിയുള്ളത് അത് ഫ്രൈ ആവുന്ന സമയത്ത് ചെയ്താൽ മതി. കാരണം ഒരുപാട് സമയം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മുകളിൽ ഉള്ള മാവിലോട്ട് ഈർപ്പം പിടിക്കും. അപ്പം അത് ഫ്രൈ ചെയ്യുമ്പം ശരിയാവത്തില്ല, ആ ടെക്സ്ചറും ശരിയായിട്ട് കിട്ടത്തില്ല, പുറമേ ഉള്ളത് ഇങ്ങനെ ഇളകി പോരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ 2-3 എണ്ണം കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എണ്ണയുടെ ചൂട് ഒരുപാട് കൂടിപ്പോവാതിരിക്കാൻ നോക്കണം, കാരണം അത്യാവശ്യം വലിയ പീസ് ചിക്കനാണ്, അപ്പോൾ അത് വേവണം. ഒത്തിരി ചൂട് കൂടിക്കഴിഞ്ഞാൽ പുറമേയൊക്കെ പെട്ടെന്ന് കരിയും, ചിക്കൻ വേവത്തുമില്ല. അപ്പോൾ ഇതുപോലെ ഒരു 2-3 പീസ് ചിക്കൻ ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇത് ഫ്രൈ ആവുന്ന സമയത്ത് ബാക്കിയുള്ളത് കോട്ട് ചെയ്ത് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിന് ചെറിയ തീയിലിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കനൊക്കെ വേവണം. ഏകദേശം ഒരു 10 മിനിറ്റ് മിനിമം എടുക്കും. 10 മുതൽ 15 മിനിറ്റ് വരെ എടുക്കാം. ചിക്കൻ്റെ പീസിൻ്റെ സൈസ് പോലെ നല്ല ഗോൾഡൻ കളറായി നല്ല ക്രിസ്പിയായി വരണം, അതുവരെ ഫ്രൈ ചെയ്യാം. അതെ, ഫ്രൈഡ് ചിക്കൻ റെഡിയായി. എനിക്ക് ഏകദേശം ഒരു 12 മിനിറ്റ് ആയപ്പോഴാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ പുറമേയൊക്കെ നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ആ മൈദയുടെ കൂടെ കുറച്ച് കോൺഫ്ലോറും കൂടി ചേർക്കുവാണെങ്കിൽ കുറച്ചുകൂടി സമയം ഇത് ക്രിസ്പി ആയിട്ടിരിക്കും. പിന്നെ ഇത് കഴിക്കുന്ന വീഡിയോയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇവിടെ എല്ലാവരും കഴിക്കാൻ തുടങ്ങി, പിന്നെ അതൊന്നും എടുക്കാൻ പറ്റിയില്ല. എന്തായാലും നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ശരിക്കും നമ്മൾ പുറത്തുനിന്ന് ഈ KFC എന്നൊക്കെ കഴിക്കുന്ന ചിക്കൻ്റെ അതേ പക്ക ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ വീട്ടിൽ ഉള്ള സാധനങ്ങൾ മാത്രമല്ലേ ചേർത്തിട്ടുള്ളൂ, ഒരു എക്സ്ട്രാ ടേസ്റ്റിനായിട്ട് കൂടുതലൊന്നും തന്നെ ചേർക്കാതെ പക്ക ടേസ്റ്റിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവരുടെയും വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഞാൻ എന്തായാലും ഇവിടെ നിർത്തുവാണ്. കൂടുതൽ ഞാൻ പറഞ്ഞില്ലേ, കൂടുതൽ വിശേഷങ്ങളൊന്നും കാണിക്കാനില്ല. ഞാൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം എല്ലാം തീരാറായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.